ഇതാണ് ചെത്തുകടവ് മൈതാനം. ഇവിടെ മനോഹരമായ സ്ഥിരം ഗാലറികളോടുകൂടിയ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയം എന്ന ഒരു ജനതയുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുകയാണ്. സംശയിക്കേണ്ട, ഇവിടെ ഈ കളിക്കളത്തിലേക്ക് മെസ്സി വരുമെന്നൊന്നും അവർ പറയുന്നില്ല. എന്നാൽ ഒരു ഡസൻ മെസ്സിമാരെ, അത്ര തന്നെ നെയ്മർമാരെ, അതിലേറെ റൊണാൾഡോമാരെ കാളികാവിൻ്റെ ഈ മണ്ണിൽ ഞങ്ങൾ പരിശീലിപ്പിച്ചൊരുക്കുമെന്നാണ് ദശാബ്ദങ്ങൾക്ക് മുന്നേ കാൽപന്ത് കളിയിലെ രാജകുമാരന്മാരെ വാർത്തെടുത്ത പാരമ്പര്യമുള്ള ചരിത്രമുറങ്ങുന്ന ഈ നാട് ഒന്നടങ്കം പറയുന്നത്. കഴിഞ്ഞുപോയ ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രം നമ്മളൊന്ന് ഓർത്തെടുത്താൽ അക്ഷരാർത്ഥത്തിൽ കാൽപന്ത് കളിയിലെ രാജാക്കന്മാരുടെ നാടായിരുന്നു കാളികാവ്. എത്രയെത്ര മികച്ച ഫുട്ബോളർമാരെ ഈ മലയോര മേഖല സംഭാവന ചെയ്തിട്ടുണ്ടെന്നോ. 90കളിൽ കേരളത്തിലെ സെവൻസ് ഫുട്ബോൾ ഗാലറികളെ ഇളക്കിമറിച്ച് ആയിരക്കണക്കായ കാണികളെ ആവേശപുളകിതരാക്കി ആദ്യകാലത്ത് ഫ്രണ്ട്സ് ക്ലബ്ബും പിന്നീട് KFC-യുമായി മാറിയ കാളികാവിലെ ഫുട്ബോൾ കളിക്കാർ മലപ്പുറം ജില്ലയ്ക്ക് മറക്കാനാവാത്ത സംഭാവന നൽകിയവരാണ്. എന്നാൽ ഇന്ന് ഇവിടുത്തെ പുതിയ തലമുറയ്ക്ക് കളിച്ചു വളരാൻ സൗകര്യപ്രദമായ കളിക്കളങ്ങളുടെ അപര്യാപ്തത വലുതാണ്. പഴയ കാലത്ത് കൊയ്തൊഴിഞ്ഞ പാടങ്ങളും ഒഴിഞ്ഞ പറമ്പുകളുമെല്ലാം കുട്ടികളും യുവാക്കളുമെല്ലാം ചേർന്ന് മികച്ച കളിയിടങ്ങളാക്കിയാണ് കാൽപന്ത് കളിയുടെ ബാലപാഠങ്ങൾ സ്വായത്തമാക്കി പിന്നീട് പ്രശസ്തമായ ക്ലബ്ബുകൾക്ക് വേണ്ടി ബൂട്ട് കെട്ടി ജേഴ്സി അണിഞ്ഞ് ജില്ലയ്ക്കകത്തും പുറത്തുമായി ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയങ്ങളിൽ പടക്കുതിരകളെ പോലെ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച് മലപ്പുറത്തിൻ്റെ, മലബാറിൻ്റെ, മലയാളക്കരയുടെ തന്നെ വിസ്മയമായി തീർന്നത്. എന്നാൽ ഇന്ന് പാടങ്ങളും ഒഴിഞ്ഞ പറമ്പുകളും എല്ലാം അന്യമായതോടെ പുതുതലമുറ ഉല്ലാസത്തിന് സമയം കളയാനില്ലാത്ത തരത്തിൽ മൊബൈൽ ഫോണിൻ്റെയും മറ്റ് സമൂഹ മാധ്യമങ്ങളുടെയും മറ്റു പല ലഹരിയുള്ള വിനോദോപാധികളുടെയും ആരാധകരായി മാറിക്കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊരു പ്രത്യേക സാഹചര്യത്തിലാണ് കാളികാവ് ടൗണിനോട് ചേർന്ന് പുഴയോരത്ത് മനോഹരമായ ഈ മൈതാനത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങിയിരിക്കുന്നത്. കാളികാവിലെ മാത്രമല്ല, സമീപ പഞ്ചായത്തുകളിലെ പോലും ഫുട്ബോൾ ആരാധകർ ആവേശത്തിലാണിപ്പോൾ. കാൽപന്ത് കളിയിൽ ഒരു കാലഘട്ടം മുഴുവൻ പുകൾപ്പെറ്റിരുന്ന കാളികാവിലെ താരരാജാക്കന്മാരാണ് ഇന്ന് ന്യൂസിനൊപ്പം. അവർക്ക് പുതിയ ചെത്തുകടവ് ഗ്രൗണ്ടിനെ കുറിച്ച് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം. ഞാൻ KT അഷ്റഫ്, KFC കാളികാവിൻ്റെ 90കളിലെ സെൻട്രൽ ഫോർവേഡായിരുന്നു. എൻ്റെ കൂടെ ഉള്ളത് ഞങ്ങളുടെ ലെഫ്റ്റ് ഫോർവേഡ് നസീർ. ഇന്ന് ഞങ്ങൾ ഇവിടെ വളരെ ആവേശത്തോടെയാണ് ഈ സ്ഥലത്ത് നിൽക്കുന്നത്. കാരണം കാളികാവിലെ ഒരു ചിരകാലാഭിലാഷമായിരുന്നു ചെത്തുകടവ് ഫുട്ബോൾ സ്റ്റേഡിയം എന്നുള്ളത്. പല ഫണ്ടുകളും ഇതിന് വരാനുണ്ട്. എന്നിരുന്നാലും ശ്രീ AP അനിൽകുമാറിൻ്റെ ഫണ്ടിൽ നിന്നുള്ള ഒരു 25 ലക്ഷത്തിൻ്റെ വർക്കാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള ഫണ്ടുകൾ കൂടി ഇതിലേക്ക് എത്തിയാൽ ഇതൊരു പരിപൂർണമായ കളിസ്ഥലമായി ഉയരുവാൻ വളരെ കൂടുതൽ സാധ്യതയാണ്. അതുപോലെ തന്നെ കാളികാവിനെ അതിൻ്റെ 90കളിലെ പ്രശസ്തിയിലേക്ക് ഉയർത്തുവാനുള്ള പുതിയ തലമുറയെ വാർത്തെടുക്കുവാനും ഞങ്ങൾ സന്നദ്ധരാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ആദ്യമായി ഈ ഗ്രൗണ്ട് ഒരു പരിപൂർണതയിലേക്ക് എത്തിക്കുവാൻ എല്ലാ ആളുകളും, അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സംഘടനകളും മറ്റുള്ള ഫണ്ടുകളും ഞങ്ങൾക്ക് അനുവദിച്ചു തരണമെന്ന് വളരെ വിനീതമായി അപേക്ഷിക്കുകയാണ്. കാരണം കുട്ടികളെ ഈ മറ്റ് ലഹരിയിൽ നിന്ന് ഒഴിവാക്കി ഫുട്ബോളിൻ്റെ ലഹരിയിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഈ ഗ്രൗണ്ട് പരിപൂർണമായാൽ അതിൽ ഞങ്ങളുടെ ഉദ്ദേശങ്ങളെല്ലാം സാധിക്കുമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. എല്ലാവരും അതിന് സഹകരിക്കണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ നസീർ കാളികാവ്. ഒരു 90 കാലഘട്ടങ്ങളിൽ അഷ്റഫും ഞാനും മുജീബ് ഇങ്ങനെ ഒരു ടീമായിരുന്നു. കൂടെ രാജനും ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ നമ്മുടെ അവിടുന്ന് ഇവിടുന്നൊക്കെ പ്ലേയേഴ്സുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ കാലഘട്ടത്തിൽ കാളികാവിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആഘോഷിച്ച ഒരു സമയമായിരുന്നു 90-ന് ശേഷം വർഷങ്ങളോളം. കാളികാവിൻ്റെ ടീമിൻ്റെ കൂടെ അന്ന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരാൾക്ക് പോലും ഒരു വണ്ടി കിട്ടാൻ വരെ സാഹചര്യമില്ലാത്തൊരു സമയമായിരുന്നു 90 കാലഘട്ടങ്ങളിൽ. അത്രത്തോളം കാളികാവുകാർ ആഘോഷിച്ച ഇഷ്ടപ്പെട്ട ഒരു വിനോദമായിരുന്നു ഫുട്ബോൾ. മുഴുവൻ ജനങ്ങളെ സപ്പോർട്ടും അന്ന് കാളികാവിനുണ്ടായിരുന്നു, കാളികാവിലെ കളിക്കാർക്കുണ്ടായിരുന്നു.
ഇന്നത്തെ തലമുറ പല വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. കാരണം അവരെ കൊത്തിക്കൊണ്ടുപോകാൻ ഒരുപാട് ലോബികളുണ്ട്. ലഹരി ലോബികളാണ് ഏറ്റവും കൂടുതൽ. അത്തരം ലോബികളിൽ നിന്ന് അവരെ രക്ഷിക്കാൻ കാളികാവ് അങ്ങാടിയുടെ തൊട്ടടുത്തായിട്ടുള്ള ഇതുപോലൊരു ഗ്രൗണ്ട് കിട്ടിക്കഴിഞ്ഞിരുന്നെങ്കിൽ വൈകുന്നേരങ്ങളിൽ അവർക്ക് ഏറ്റവും ഉല്ലസിക്കാനും കാണാനും കളിക്കാനും എല്ലാത്തിനുമുള്ള സൗകര്യമുള്ള അങ്ങാടിയുടെ തൊട്ട് ചാരിയുള്ള ഒരു ഗ്രൗണ്ടാണിത്. ഈ ഗ്രൗണ്ടിന് ഫണ്ട് തീർച്ചയായിട്ടും ഈ ചാനലുകാരുടെ ഒരു സപ്പോർട്ട് കൂടി നമുക്ക് വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ചാനലുകാരും അത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മളെ. കാരണം അവരെ പരസ്യങ്ങൾ കിട്ടിയാൽ തന്നെ മന്ത്രി തലത്തിലും MLA തലത്തിലൊക്കെ അത് എത്തിപ്പെടും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അതുമല്ല, ഈ ഗ്രൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടി ഇതിൻ്റെ ബാക്കിൽ ഒരുപാട് നല്ല പ്രവർത്തകർ ആശ്രാന്തം പരിശ്രമിച്ചിട്ടുണ്ട്. കാരണം അത്രത്തോളം സുന്ദരമായിട്ടാണ് അവർ ഈ ഗ്രൗണ്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോഴും അവർ അതിൻ്റെ ബാക്കിൽ തന്നെ ഉണ്ട്. പല ഫണ്ടുകളും കിട്ടും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അവർ കൊണ്ടുവരും എന്ന പ്രതീക്ഷ ഞങ്ങൾക്കുമുണ്ട്. എന്തുകൊണ്ടും ഈ ഒരു ഗ്രൗണ്ടിന് ബഹുമാനപ്പെട്ട മന്ത്രിയാണെങ്കിൽ പോലും MLA ആണെങ്കിൽ പോലും ആരാണെങ്കിലും ഇതിന് ഫണ്ട് അനുവദിക്കണം എന്ന് വിനീതത്തോടെ ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. പുതിയ തലമുറയെ രക്ഷിക്കാൻ ഇതുപോലുള്ള ഗ്രൗണ്ടുകൾ ഉണ്ടായാലുള്ളൂ മുന്നോട്ട് പോകാനും കഴിയുള്ളൂ എന്ന് സന്തോഷത്തോടെ ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. കാളികാവിലെ ചെത്തുകടവ് മൈതാനത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തി ഇപ്പോഴിതാ പുരോഗമിക്കുകയാണ്. ഒരു നാട്ടുകാരുടെ ഏറെ നാളുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ചെത്തുകടവ് മൈതാനം യാഥാർത്ഥ്യമാകുന്നത്. നാടിൻ്റെ സ്വപ്ന പദ്ധതിയായ ചെത്തുകടവ് മൈതാനം വണ്ടൂരിൻ്റെ പ്രിയങ്കരനായ MLA AP അനിൽകുമാറിൻ്റെ ഫണ്ടിൽ നിന്ന് ആദ്യ ഗഡുവായി 25 ലക്ഷം രൂപ അനുവദിച്ചതോടെയാണ് മൈതാനത്തിൻ്റെ പ്രാരംഭ പ്രവൃത്തികൾ തുടങ്ങാനായത്. ആദ്യം പുഴയുടെ ഭാഗത്ത് സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണമാണ് നടക്കുന്നത്. 2.5 മീറ്റർ ഉയരത്തിലുള്ള സംരക്ഷണ ഭിത്തിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. പുഴയോട് ചേർന്ന മൈതാനത്തിന്റെ ബാക്കി ഭാഗം സൗന്ദര്യവൽക്കരണം നടത്തി ഉല്ലാസത്തിനായി ഉപയോഗിക്കാനും പദ്ധതിയുണ്ട്. MP ഫണ്ടും ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളുടെ ഫണ്ടും സ്പോർട്സ് വകുപ്പ് മന്ത്രിയുടെ സർക്കാർ വകയായുള്ള ഫണ്ടും ലഭ്യമാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഇപ്പോൾ നാട്ടുകാർ. നേരത്തെ പുഴയോരത്ത് സ്വകാര്യ വ്യക്തികൾ കൈവശം വെച്ചിരുന്ന 2 ഏക്കർ പുറമ്പോക്ക് സ്ഥലം 10 വർഷങ്ങൾക്ക് മുമ്പ് ഒറ്റ രാത്രി കൊണ്ട് നാട്ടുകാർ സംഘടിച്ച് ഒഴിപ്പിച്ചെടുത്തതോടെയായിരുന്നു മൈതാനം എന്ന ഈ സുന്ദര സ്വപ്നത്തിന്റെ തുടക്കം. തുടർന്ന് നാട്ടുകാരുടെ നിരന്തര പ്രവർത്തനങ്ങളുടെ ഫലമായി മൈതാനം താൽക്കാലികമായി ഉപയോഗക്ഷമമാക്കി. മഴക്കാലത്ത് വെള്ളക്കെട്ടുണ്ടാകുന്നതായിരുന്നു ആദ്യകാലത്തെ പ്രധാന തടസ്സം. ചെത്തുകടവ് പാലത്തിൻ്റെയും റോഡിൻ്റെയും 20 അടിയോളം താഴെയായി കിടന്നിരുന്ന മൈതാനത്തിൻ്റെ പുഴയോട് ചേർന്ന ഭാഗം ഭിത്തി കെട്ടിക്കഴിഞ്ഞു. ഇനി മണ്ണ് നിറയ്ക്കുന്ന പണിയാണ് ബാക്കിയുള്ളത്. മൈതാനം പൂർണ്ണതോതിൽ ഒരു സ്റ്റേഡിയത്തിൻ്റെ നിലവാരത്തിലേക്ക് സജ്ജമാകണമെങ്കിൽ 2 കോടിയോളം രൂപ ഇനിയും വേണ്ടിവരും. കാളികാവ് ടൗണിനോട് തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന മൈതാനം പൂർണ്ണതോതിൽ സജ്ജമാകുന്നതോടെ വലിയ മുതൽക്കൂട്ടാകും കാളികാവിനും സമീപ പ്രദേശങ്ങൾക്കുമെല്ലാം. ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളും MLAയും നാട്ടിലെ മുഴുവൻ സന്നദ്ധ സംഘടനകളും ജാതിമത കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ മൈതാനം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി ഒത്തുചേർന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കളിച്ചിരുന്ന കാലത്തെ അന്നത്തെ ടീമുകൾ എന്ന് പറയുന്നത് അന്നൊരു ശരിക്കും ഫിക്സഡ് ടീമുകളായിരുന്നു. അതായത് ഞങ്ങൾ KFC കാളികാവ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് കാളികാവ് ഫസ്റ്റ് ഞങ്ങൾ കളിച്ചത്, പിന്നെ KFC കാളികാവിലേക്ക് മാറി. സെയിം ടീം തന്നെ, ഒന്നുമില്ല, കാളികാവിൻ്റെ പേര് സെയിം അങ്ങനെ തന്നെ ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോഴിക്കോട്, ഫിറ്റ്വെൽ കോഴിക്കോട്, ജിംഖാന തൃശ്ശൂർ, KRS കോഴിക്കോട്, ഇങ്ങനെ കുറച്ച്. അതുപോലെ തന്നെ ഈ ബ്ലൂ സ്റ്റാർ, ഈ മധുര, അങ്ങനത്തെ ടീമുകളൊക്കെ. അതുപോലെ തന്നെ ഒരു പാണ്ഡ്യരാജിൻ്റെ ബാംഗ്ലൂർ. ഇങ്ങനെ വളരെ ക്ലിയർ ടീമുകളായിരുന്നു ഇന്നത്തെ. എല്ലാം സൗഹൃദ മത്സരങ്ങളാണ്, എല്ലാവരും തമ്മിൽ. കാരണം അന്നിപ്പോൾ കാളികാവ് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ എല്ലാ ഈ ഗ്രൗണ്ടിലും അത് അറിയാം. ബാക്ക് ലൈനിൽ ഗോൾ കീപ്പർ സുരേഷോ അല്ലെങ്കിൽ ഈ മുഷ്താഖോ, അതുപോലെ തന്നെ ബാക്ക് ലൈനിൽ അയ്യൂബ്, മുജീബ്, രാജന് അല്ലെങ്കിൽ സൈമണ്, ഫോർവേഡിൽ അഷ്റഫ്, നസീർ, ബാബുരാജ്, പിന്നെ മണ്ണാർക്കാട് മുജീബ്. ഇതൊരു ടീമായിരുന്നു. ഇത് വേറെ മാറ്റങ്ങളില്ലായിരുന്നു. അതുപോലെ തന്നെ അതേമാതിരി നമുക്കറിയാം ഈ ബലി ഇറങ്ങുമ്പോൾ, ഈ സൂപ്പർ സ്റ്റുഡിയോ ഇറങ്ങുമ്പോൾ മജീദ്, മങ്കട ഷൗക്കത്ത്, ഉമ്മർ, ഈ മുഹമ്മദ്, സെയ്ദാലി, ആ ടീം അതൊരു ടീമായിരുന്നു. അങ്ങനെ ഇപ്പം ഇന്നത്തെ മാതിരി ഇന്ന് ടീം ഇറങ്ങാൻ നാളെ വേറെ ടീമല്ലായിരുന്നു. അത് വർഷങ്ങളോളം ഒരേ ടീമായിരുന്നു. അതുകൊണ്ട് തമ്മിൽ എല്ലാവർക്കും കളികൾ അറിയാമായിരുന്നു. കളികൾ നല്ല ടഫും റഫൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കളി എപ്പോഴും സൗഹൃദമായിരുന്നു. പിന്നെ ഇന്നത്തെ മാതിരി അന്നത്തെ ഈ നല്ലൊരു ഈ കളിയിലെ
ഇത് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇന്നത്തെ മാതിരി ഈ ബ്ലാക്ക് ബെല് ഉണ്ടായിരുന്നില്ല, നൈജീരിയക്കാരൊന്നും ഉണ്ടായില്ല. എന്നാൽ ആകെ 2-3 കളിക്കാരുണ്ടായിരുന്നു, ജിംഖാന തൃശ്ശൂരിന്, അബ്ദുൽ ഖനി, റാഡും ഇതിലൊക്കെ. പക്ഷെ അവരൊക്കെ നല്ല ടോപ്പ് കളിക്കാരായിരുന്നു. ഈ അബ്ദുൽ ഖനി എന്ന് പറയുന്നത് ഈ സുഡാന് വേണ്ടി Under-17 വേൾഡ് കപ്പിൽ വരെ കളിച്ച പ്ലെയർ ആയിരുന്നു. അന്ന് ടോപ്പ് പ്ലെയറിനായിരുന്നു അയാൾ. അങ്ങനത്തെ നല്ല അതൊക്കെ സ്റ്റാൻഡേർഡ് കളായിരുന്നു. കാരണം നമ്മൾ ചെന്നുകാണ്ട് അയാളെ നല്ല ഒരു മൂന്നൊക്കെ കൊടുത്താൽ അയാൾ വളരെ ഈ മാന്യമായിട്ട് തിരിഞ്ഞു പോണ അത്ര നല്ല കളിക്കാരായിരുന്നു അവരൊക്കെ. ആ 2-3 കളിക്കാരാന്നുണ്ട്, ബാക്കിയൊക്കെ നമ്മളെ നാട്ടിലത്തെ കളിക്കാരായതുകൊണ്ട് എല്ലാവർക്കും ചാൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ആ സ്ഥാനത്ത് 2 ടീമിലും 3 കളിക്കാരാ. ശരിക്കും ഇപ്പം ഇന്നത്തെ ഈ കുറച്ച് അഖിലേന്ത്യാൻ അപ്പോഴൊക്കെ കണ്ടിരിക്കുന്നു. പക്ഷെ എനിക്ക് അതിൽ ഏറ്റവും മനസ്സിലായത് ആ 3 ഈ 6 കളിക്കാർ തമ്മിലുള്ള കളികൾ മാത്രമേ ഇപ്പം ഇന്ന് നടക്കുന്നുള്ളൂ. കാരണം അവർ ബാക്കിയുള്ള സ്ഥാനമല്ല, എപ്പോഴേലും പന്തിട്ടുമ്പോ അത് എടുക്കുമ്പോഴത്തിന് മറ്റൊരു നോലത്തിന് വാങ്ങിയാണ് കൊണ്ടുപോകും. എന്നിട്ട് പിന്നെ അവര് തമ്മില്ല ആ കളിയാണ് ഇപ്പൊ നടക്കുന്നത്. മെയിനായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് പുതിയ താരങ്ങൾ വളർന്നു വരുന്നില്ല എന്നുള്ളത് തന്നെയല്ലേ അതിന് അർത്ഥം അങ്ങനെയും കൂട്ടാ. പക്ഷെ ചാൻസ് കിട്ടണ്ടേ? ഇതിപ്പോ നമ്മളെന്താണ് ഒരു എക്സ്പീരിയൻസ് വേണമെങ്കിൽ കളിച്ച എക്സ്പീരിയൻസ്. ഇതിപ്പോ സാധാ ഒരു ഗ്രൗണ്ടിൽ ഇപ്പൊ അമ്പലക്കുന്നത്ത് നമ്മൾ അവിടെ കളിക്കുന്ന കുറെ ചെക്കന്മാരുണ്ട്, ഓല് നല്ല കളി ആൾക്കാരം. അന്നേരം ഒരു ചെറിയ ടൂർണമെന്റിൽ ചെറിയ 4 സ്റ്റെപ്പിലൊരു ഗ്യാലുള്ള ടൂർണമെന്റിൽ ഈ പ്ലെയർക്ക് പന്ത് തൊടാൻ കഴിയില്ല. കാരണം എന്താണ്? ആൾക്കാരെ കണ്ടിട്ട്. അങ്ങനെ ഇതൊരു പ്രശ്നമുണ്ട്. അപ്പൊ അതെന്താണ്, നമ്മൾ ആൾക്കാരെ കണ്ട് കളിക്കാൻ വേണം. ഞങ്ങൾക്കൊക്കെ ഇപ്പൊ ആൾക്കാർ കൂടുന്നോടത്തോളം ആവേശം കൂടിയ കാരണം തിരൂരങ്ങാടി ഫൈനലിലൊക്കെ ഒരിക്കലും ഞങ്ങൾക്ക് ഓർമ്മയിട്ട് ഞങ്ങളും മറ്റേ സൂപ്പർ സ്റ്റുഡിയോ കളിക്കാന്ന് 10,000 ചില്ല ആൾക്കാരാണ് അന്ന് ആ ഗ്രൗണ്ടിൽ നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നത്. അത്ര ഫുൾ കപ്പ് ആ ഗ്രൗണ്ടിൽ കളിക്കാൻ ഇടല്ലാതെ വേറെ ഇല്ല സ്ഥലമല്ല, അത്ര ഇതിലാണ്. അന്ന് ഞങ്ങൾ സൂപ്പർ സ്റ്റുഡിയോനെ 4-1 ആ ഫൈനലിൽ ഞങ്ങൾ അന്ന് അവിടെ അടിക്കുന്നത്. ഭയങ്കര കളിയായിരുന്നു. അങ്ങനത്തെ ആവേശം ഇതൊക്കെ കളി നമുക്ക് ഈ ആൾക്കാരെ കണ്ടാല് നമുക്ക് ആവേശം കൂടുകയാണ്, അടിച്ച് ഈ കളിക്കാണെന്ന്. ഇപ്പത്തെ ചെക്കന്മാർക്ക് അതല്ല. പക്ഷെ എന്താണ്, ഓലെ എക്സ്പീരിയൻസ്ഡ് ആക്കി വരണം. നമ്മൾ ഇങ്ങനത്തെ കളിക്കിറങ്ങിയാണ്. അതിനിപ്പോ ഒരു ഇതില്ല. ഇപ്പൊ KFC കാളികാവ് പറയണ എവിടുന്നോ ഇറങ്ങുകയാണ്, നമ്മളെ നാട്ടിൽ നിന്നല്ല. അന്ന് ആദ്യം ഞങ്ങൾ പോയിരുന്നത് ഇപ്പൊ നമ്മൾ കയറി പോകുന്നല്ലോ, അവിടെയാണ് ഇവന്റെ ഒരു ഈ വണ്ടി ഉണ്ട്, ഇവന്റെ ഒരു മുതലാളി ഒരാൾ വണ്ടിയുണ്ട്. ആ വണ്ടിയിലാണ് ഞങ്ങൾ പോവുക. ആ വണ്ടി വൈകുന്നേരം അവിടെ നിൽക്കുക. അയ്യൂവും ബാബുരാജും മുജീബും ബാക്കിയുള്ള എല്ലാ പ്ലേയേഴ്സും കാളിയാൾക്ക് ഉച്ചക്ക് അല്ലെങ്കിൽ രാവിലെ വന്നപ്പം ഇവിടെ ലോഡ്ജിൽ നിന്ന് കുളിച്ചൊക്കെ ഇറങ്ങി. എന്റെ വീട് തൊട്ടേ, ഞങ്ങൾ കയറിന്റെ നേരെ അപ്പുറത്തെ എന്റെ വീട്, എന്റെ വീട്ടിലേക്ക് അറിയാലൊക്കെ നേരെ വണ്ടിക്ക് കയറും. ഇവിടുന്നാ പോവുക. അപ്പൊ ഞങ്ങളെ ബാക്കില് വണ്ടികൾ ഇങ്ങനെ പോരാണ് ജാഥായിട്ട്. അതായത് ആ ഒരു നല്ല നാളുകൾ നിങ്ങൾ സ്വപ്നം കാണുകയാണ്. ആ നല്ല നാളുകൾ തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ഗ്രൗണ്ട് ഒരു നല്ലൊരു ഗ്രൗണ്ട് ആയിട്ടല്ലോ നമുക്ക് ധൈര്യമാണ്. കാളികാവിന്ന് പോകും. കാളികാവത്തെ കളിക്കാര് 1-2 പുറത്തുനിന്ന് പ്ലേയേഴ്സ് വാക്കൊക്കെ കാളികാവത്തെ കളിക്കാരാക്കി എന്നും പഴയ ആ ഇതിലേക്ക് തന്നെ തിരിച്ചു കൊണ്ട് വരണം. ന്യൂസിന് വേണ്ടി ക്യാമറാമാനും എഡിറ്ററുമായ ജാബിറിനൊപ്പം ഉമ്മച്ചൻ. ഈ വെക്കേഷനിൽ ഇനി കളിച്ചു പഠിക്കാം, പഠിച്ചു രസിക്കാം. കുട്ടികളുടെ വീടിനടുത്ത് തന്നെ ബീസ്മാർട്ട് അബാക്കസിന്റെ വെക്കേഷൻ ക്ലാസുകൾ. 1.5 മണിക്കൂറിന്റെ ഓരോ ക്ലാസ്സിലും കുട്ടികൾക്ക് മാറ്റമുണ്ടാക്കി ടാലന്റ് റെക്കോർഡ് ബുക്കിൽ ഇടം പിടിച്ച ഇന്ത്യയിലെ ഏക അബാക്കസ് പരിശീലന സ്ഥാപനം. കേരളത്തിലെ എല്ലാ വാർഡുകളിലും വെക്കേഷൻ ക്ലാസുകൾ നടത്തുന്നു. LKG UKG വിദ്യാർത്ഥികൾക്കും 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും പ്രത്യേക കോഴ്സുകൾ. വെക്കേഷൻ ക്ലാസുകൾ April May മാസങ്ങളിൽ അഡ്മിഷൻ തുടരുന്നു. ആദ്യ 20 കുട്ടികൾക്ക് 50% ഫീസ് ഇളവ്. ബീസ്മാർട്ട് അബാക്കസ് 9447164411 കേരളത്തിലെ എല്ലാ വാർഡുകളിലും.